പശു പെണ്ണാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ വന്ന്, ഇവിടെ ആക്ച്വലി പഴയ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു തോന്നുന്നു. വലിയ ആളുകളൊന്നുമില്ല. മീനുണ്ടാ? കേരളത്തിന് വെളിയിലിറങ്ങിയ പോലെ തോന്നണേ ഇല്ല. നമ്മളിന്ന് എവിടെയാണ്? നമ്മള് സ്ഥലപ്പേര് മറന്നുപോയി, തുറക്കാൻ തന്നെ മറന്നുപോയി. സോമർപെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. കൂർഗ് മടികേരി അടുത്തായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോ നമ്മള് ഇന്ന് ഇവിടെ ഈ ഒരു മടികേരി എന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂർഗല്ലേ വന്നിട്ടുള്ളത്. മടികേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അമ്മ കേട്ടിട്ടുണ്ടോ? കൂർഗ് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഞങ്ങൾ തണുപ്പ് സ്ഥലത്തിടാൻ പറ്റുന്ന ഔട്ട്ഫിറ്റാണ്. ഉണ്ണിയുടെ ഔട്ട്ഫിറ്റ് കാണിക്കൂ. എന്റെ കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എവിടെ? ഓ, വെള്ള പാൻറ്റും കറുത്ത ഷർട്ടും. കറുത്താണ്, ബ്രൗൺ കളറിലെ ഷർട്ട്, ഡാർക്ക് കളർ. ഉണ്ണിക്കുട്ടന് ഒരു ലൈറ്റ് കളർ, ഒരു ഊച്ചാന്തടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ടാണ്. ഞങ്ങൾ പോക്കറ്റിൽ നിന്ന് കൈ എടുക്കാറില്ല. കൈ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റൈൽ വിട്ടു. അതെ, അതുകൊണ്ട് കൈ പോക്കറ്റിൽ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് ഗ്ലോസി ലിപ്സാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര സട്ടിൽഡ് മേക്കപ്പ് ആണ്. അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്യാൻ, നിങ്ങൾ കണ്ടു നോക്കണേ. പിന്നെ ഞാനൊരു കുട്ടി പേഴ്സ് എടുത്തിട്ടുണ്ട്. ഓ, ഉണ്ണിക്കുട്ടൻ്റെ ചെരുപ്പുണ്ടാ? നട്ടുവരുത്. ഇത് ഞങ്ങൾ സ്റ്റുഡിയോന്ന് മേടിച്ചാട്ടോ. 399 രൂപയാണ്. പക്ഷെ രസമുണ്ടല്ലേ? ഇട്ടിട്ട് എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണോ? റിവ്യൂ പറ. കംഫർട്ടബിൾ ആണോ? പൊളി. ഓ, അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ആയിരുന്നു. അപ്പം നമ്മൾ ഈ ഹോട്ടലിലായിട്ട് സ്റ്റേ ചെയ്യണേ. ശാരദ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ. ഇപ്പോൾ ഇവിടെ ആളോട് ചോദിക്കാം എവിടെയൊക്കെ സ്ഥലങ്ങളാണ് പോകാൻ പറ്റണേന്ന്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് പണ്ടലാം. അപ്പം നമ്മളിവിടെ നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം എൻ്റെ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിടാം. ഞാൻ സ്ട്രൈറ്റ് ചെയ്തിട്ട് മുടി കേൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നേരം നിൽക്കുന്നുണ്ട്. അമ്മൂസാണെങ്കിൽ മുടിയിൽ കളർ അടിച്ചു കഴിക്കുന്നു. അപ്പോൾ എനിക്ക് വിശന്നിട്ടുണ്ടല്ലോ. ഉടൽ കഴിയുന്നു. നെഹിന്ന് എനിക്ക് മനസ്സിലായതേ. ഇവിടെ ഉണ്ടല്ലോ കന്നഡ എന്ന് പറയുമ്പോൾ തമിഴും ഹിന്ദിയും കൂടി മിക്സാണ്. ഇന്നലെ അയാൾ നമ്മളോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അയാൾ തമിഴ് പറയുമെന്നാ. അങ്ങോട്ട് പോവില്ല എന്ന് നമുക്ക് മനസ്സിലാവണോ അല്ലേ അയാൾ പറഞ്ഞേ? അങ്ങനെയല്ല. ഓക്കെ, നമുക്ക് നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റിൽ പോയി എനിക്ക് ഇഡ്ഡലി കഴിക്കണം. നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കണം ഇവിടെ കേട്ടോ, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ സ്റ്റേ ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഓവറോൾ എനിക്ക് ബാത്റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാനെപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാത്റൂം അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാത്റൂം ഇവിടെ നല്ലതാണ്. നെക്സ്റ്റ് എടുത്തേക്കണ സ്ഥലത്ത് ഉണ്ടോയെന്നറിയില്ല. നമ്മളിതൊരു ലോങ് റോഡ് ട്രിപ്പാണ് ചെയ്യണം. നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് വെജ് റെസ്റ്റോറൻറ്റിലാണ്. നമ്മളുടെ ഭയങ്കര കുഞ്ഞു കടയാണ്. ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? രസല്ലേ കാണാൻ? ഉള്ളല്ലേ? എനിക്ക് കൊണ്ട് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാന്ന് തോന്നുന്നു. പണ്ട് ഞങ്ങളൊരിക്കൽ പഴനിയോ എവിടെയോ ആയിട്ട് പല്ലി ലിപ്സ്റ്റിക് എവിടെയോ ടൂർ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ഫാമിലി എല്ലാവരുമായിട്ടാണ് പോയത്, അമ്മയുടെയൊക്കെ ഫാമിലി ആയിട്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിർത്തി ഫുഡ് കുക്ക് ചെയ്ത് അതേ സ്ഥലം പോലെ ഉണ്ട്. നമ്മൾ ഇല്ലേ അതേ സ്ഥലം പോലെ ഇല്ലേ? നമ്മളിത് ആ കാണുന്ന എന്ത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകാൻ. ഇതല്ല അതല്ലേ ആ കുഞ്ഞു കട കേട്ടോ. ഉണ്ടോ? ചോട്ടൂസ കട, കല്യാണി ഭവൻ. പക്ഷേ നല്ല ഫുഡാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇത് കണ്ടിട്ട് കൊല്ലത്തുള്ള മറ്റേ കട പോലെ ഇല്ലേ? അഞ്ചാണിക്കടയോ എഴുത്താണിക്കട പോലെ ഇല്ലേ?
നമുക്ക് ഫുഡ് കഴിക്കാൻ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഞാൻ കൈ കഴുകിയില്ല. കൈ കഴുകിയിട്ടാണ് വ്യത്യാസമാണ്. താങ്ക് യു മൈ ബോയ്. എടാ നിന്റെ ചുണ്ടിൽ ഇച്ചിരില്ല ഗ്ലാസ്സിൽ വീട്. അപ്പോൾ ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇത് ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ ഇട്ട് തരുള്ളൂ. പിന്നെ അവർ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത്, പക്ഷെ നെയ് റോസ്റ്റ് പരിപ്പുവട നല്ല എല്ലാ ഫുഡും തന്നെ കേട്ടോ. ഈ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത നെയ് റോസ്റ്റിനകത്ത് ഓൾറെഡി കിഴങ്ങുണ്ട്. ഒരു കിഴങ്ങ് വേണ്ടാന്ന് ഓർത്തിട്ടാ നെയ് റോസ്റ്റ് പറഞ്ഞത്, പക്ഷെ കിഴങ്ങുണ്ട്. കിഴങ്ങില്ലല്ലോ ഇവിടെ, എല്ലായിടത്തിലും കിഴങ്ങുണ്ടെന്ന് തോന്നുന്നു. നല്ല ക്രിസ്പിയാ. മധുരമുണ്ടോ? എനിക്കൊന്ന് റോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ മസാല വട എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് നോർമൽ വടയായിരിക്കും മസാല വട, പക്ഷെ വടയല്ല, പരിപ്പ് വടയാണ് ഇവിടുത്തെ മസാല വട. അപ്പൊ ഒന്നുകൂട്ടം പരിപ്പ് വട എന്ന് ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് മല്ലിയില ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്, എല്ലാത്തിലും മല്ലിയില. ഇവിടുത്തെ ടീ ഞാൻ ലമ്മൂസ് ഓർഡർ ചെയ്ത കേട്ടോ. ഞാൻ കട്ടൻ ചായ ഓർഡർ ചെയ്തത്, പക്ഷേ ലെമൺ ടീ തന്നിരിക്കണം. എനിക്കുള്ളൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനുണ്ടല്ലോ, പക്ഷെ ഒരു ചന്ദനത്തിരിയുടെ മണണ്ടതിന്. ഇതൊന്നും ഇവർ പൂജിച്ചിട്ടാണ് ഇതിനെ അയക്കണേ. ചേട്ടാ എന്താ ഷോപ്പിന്റെ ഫ്രണ്ടില് എന്താ മസാല ദോശ കഴിക്കുന്ന പശുവിനുണ്ടല്ലോ. ഇവര് മസാല ദോശ കൊടുക്കണേ മുമ്പ് ചെരുപ്പൂരിട്ടിട്ടാ മസാല ദോശ കൊടുത്തേ. റെസ്പെക്ട് കൊണ്ടായിരിക്കും. തൊട്ടാ ഞാൻ കടിക്കുമെന്നോ? പശു കടിക്കുമോ? പശു പാവല്ലേ? ആണോ? നമ്പർ ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഫുഡ് കഴിച്ച് ഈ കണ്ണ കടയിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചാൽ ഫുഡ് നല്ലേ. ആ ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നു, ആ ചേട്ടൻ തന്നെ കൊണ്ടുതരുന്നു, ആ ചേട്ടൻ തന്നെ വന്ന് ഓർഡർ എടുക്കുന്നു. ഓൾ ഇൻ വൺ. നമ്മളപ്പോ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. എവിടെയാ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ? ബേലൂർ എലിഫന്റ്. ഇതാണ് എന്റെ നോക്ക്, എന്റെ ഫോട്ടോയിലുണ്ട്. അത് കിടപ്പുണ്ട്. ബേലൂർ എലിഫന്റ്. നമ്മുടെ പശുക്കുട്ടി. ബൈ ബൈ പശുമ്പ. പശുമ്പേ ഉമ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കേട്ടിട്ടില്ലേ? നിങ്ങളെപ്പോലൊന്നും കേൾക്കത്തില്ല. എടാ നമ്മളിപ്പോ ഫസ്റ്റ് പോണത് ബേലൂർ എലിഫന്റ്. ആദ്യത്തെ സെറ്റിൽ ഏറ്റവും അവസാനത്തത് അവിടെയാണോ പോണേ? സ്ഥലം എന്തിനു വെക്കാൻ? നമ്മള് അവിടെ എന്താ എലിഫന്റ് ക്യാമ്പോ? എടാ എലിഫന്റിന് കൂട്ടിലിട്ടേക്കണ കാണാൻ ഞാൻ വരൂല കേട്ടോ.
കൂട്ടിലായിട്ടേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയെ പറഞ്ഞ നല്ല ആനക്കൂട് മറ്റേ നമ്മുടെ അവിടെ ഉണ്ടല്ലോ. ആനയുടെ പുറത്ത് കയറണോ നിനക്ക്? ആ ഇവരുടെ കൂടെ ഉള്ളതാന്ന് തോന്നണേ. എടാ ഇതാണ് കാണാം. ആളാ പശു പെണ്ണാണ്. ഈ വെടലാസിനെ കൊണ്ട് തോറ്റി. പശു പെണ്ണല്ലേ? കാളയാണ് ആണ്. അങ്ങനെയുണ്ട്. ഞാനടുത്ത് കണ്ടുപിടിച്ചത്. ഈ കയറ്റത്തുള്ള വഴി കൂടെ പോകാനൊക്കെ പറയണം. കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ആണല്ലേ? പശുക്കുണ്ട് കറക്കാനുള്ള. പശുവിന്റെ പേരെന്തായിരുമേ? പശുവിന്റെ പേര് എരുമയാ? അല്ല പോത്ത്, കാള. അല്ല പാത്തുവന്ന് പോത്തിനൊപ്പം കറക്കണ സാധനമില്ലേ? കറക്കലൊന്നല്ല, പശു പെണ്ണാണ്. എരുമ പെണ്ണ, പശു പെണ്ണ, പോത്താണ, കാളാണ്. പോത്തിന്റെ മറ്റേ നമ്മളെ കടയിൽ പോയി പോത്ത് മേടിക്കുമല്ലോ പ്രത്യേകം. അല്ല അപ്പൊ എന്താ ഈ എരുമയും പശുവും തമ്മിലുള്ള വ്യത്യാസം എന്താ? എരുമയും പശുവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അറിഞ്ഞു. വലിപ്പത്തിലൊക്കെ വ്യത്യാസമല്ലേ? പശു അത്ര വലിപ്പമല്ലോ, മറ്റേ നല്ല വലിപ്പം. ഒരേ കാറ്റഗറിയാ രണ്ടും. ഇവിടെ ഫുൾ പശുക്കളുടെ ഒരു മേളമാണ്. ആ ഭയങ്കര രസമുള്ള വഴിട്ടോ. ഉണ്ടായിരുന്നോ? ദേ നമ്മൾ ഇന്നലെ വന്നത് ഈ വഴിയാണ്. അതേപോലെ ഉണ്ടല്ലോ അല്ലേ? രസമുള്ള വഴികളിലൂടെയാണ് നമ്മൾ പോണത്. പിന്നെ നമ്മൾ ഇന്ന് ഗോൾഡൻ ടെമ്പിളിൽ പോണുണ്ട്. ഞാൻ ഗോൾഡൻ ടെമ്പിളിൽ പണ്ട് സ്കൂളിലോ കോളേജിലോ വെച്ച് എപ്പോഴും പോയിട്ടുണ്ട്. ആ 2 തവണ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 തവണയാണോ? എപ്പോഴും പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇവര് പോയിട്ടുണ്ടെന്നാ. അപ്പൊ അതുകൊണ്ട് എന്നെ കൂട്ടി വെച്ചപ്പോ ഞാൻ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവര് പോയിട്ടില്ലാന്ന്. ഓക്കെ, നമ്മളിത് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയതാണ്. അങ്ങോട്ട് പോയാലോ? ലേഡീസ് പശുണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും പശുക്കളാട്ടോ. ഈടാ ഇവിടത്തെ വെള്ളം ഇവിടെ രസല്ലേ കാണാൻ? കുളിച്ചാലോ? കുളിച്ചാലോ? അവിടെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി വന്നപ്പോഴേക്കും ഒരു അരുവി കണ്ടിരിക്കാം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ അരുവി കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. പിന്നെ തണുപ്പുണ്ടോ നോക്കിയടി? പിന്നെ നോക്കമോ തണുപ്പുണ്ടോന്ന്? ചേട്ടാ നോക്ക്. എങ്ങോട്ടാ പോണേ? ആ അതെ, കടുവേലം വന്നു കഴിഞ്ഞാൽ പിടിക്കൂട്ടാ. വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ഈ ഉടുപ്പിട്ടതുകൊണ്ടാണോ എനിക്ക് തണുപ്പറിയാത്തതെന്ന് അറിഞ്ഞൂടാ. വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു രസമുണ്ട്. നല്ലൊരു ക്ലൈമറ്റ്. ഡാമാണോ? ഡാമോ? ഇത്രയും ചെറിയ ഡാമോ? ഒന്നും പോടാ വേണ്ട. ഇങ്ങോട്ട് ചാടണ്ട കേട്ടോ. അവിടെ രസമുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഇവിടെ ഉണ്ടല്ലോ ഈ മരം കണ്ടോ? ഈ മരത്തിന്റെ മേളിൽ ഈ 2 മരം തമ്മിൽ അറിഞ്ഞിട്ട് ഒരൊച്ച കേൾക്കുക. ഇവര് ജീവികളെ അന്വേഷിക്കരുത്. കണ്ണാടൊക്കെ വെച്ച് നോക്കണേ. പക്ഷെ ഇപ്പൊ കേൾക്കണല്ലോ കേട്ടാ. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അത് ഒച്ച ഉണ്ടാക്കി തന്നെയാന്ന് തോന്നുന്നു. കണ്ടോ? ഓക്കെ ബൈ. നിസർഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലെത്തി. കൂർഗ് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. നിസർഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ബാമ്പു ഒക്കെ ഉള്ള. അപ്പം ഞാൻ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ രാവിലെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
ഒന്നും കൂടി നമുക്ക് റീഅപ്ലൈ ചെയ്യാം. മേക്കപ്പിന്റെ പുറമെ ഈ സൺസ്ക്രീൻ ഇടാൻ പറ്റുമെന്നാണ്. ഇത് പെയ്ഡ് റിവ്യൂ ഒന്നല്ല. ഓക്കെ, ഹൈലറോണിക് ആസിഡിന്റെ ആണ്. നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, എന്നെ കാണോ? എന്റെ മേക്കപ്പ് പോകുന്നതാണ് എന്റെ സംശയം. നമ്മളതിന് ഇട്ടിട്ട് നേരം ആയില്ലല്ലോ. ഞാനിവിടെ +2 പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്. തൊപ്പി എടുക്കണ്ടേ? തൊപ്പി എല്ലാം കൂടെ വണ്ടി വെച്ചോണ്ടോ? എന്നാ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. തിരക്ക് നിറയെ ആളുകളുണ്ട്. ടൈഗർ പാർക്ക് ഉണ്ട്. ടൈഗർ എന്തൊക്കെയോ കൊറേ ബാമ്പു സംഭവം. ടൈഗർ പാർക്ക് ഇവിടെ വന്നതായിട്ട് ഓർക്കണല്ലേ? ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. വന്നിട്ടില്ല. അപ്പൊ എനിക്ക് നല്ലതായിരിക്കും. ഇങ്ങനെ നല്ല തണലൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു അന്ന്. ഇവിടെ നിറയെ ഇങ്ങനെ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. മിക്കവാറും വില കൂടുതലായിരിക്കും. ചോദിച്ചു നോക്കാം അല്ലേ? ബാഗ് രസല്ലേ? തന്നെ വീഡിയോ കാണിച്ച് കുഴപ്പമില്ല. എവിടെ പഠിക്കണേ? നമ്മളിത് ഇതേപോലത്തെ ഒരു പാലത്തിന്റെ മേൽ കയറി നടക്കുവാണേ. ഓ, ഇതാണ് ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങറ്റത്തെ എന്നിട്ട് മറ്റേ വെള്ളത്തിലോട്ട് ഇടുന്നേ, അത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പോട്ടാന്ന് തോന്നുന്നു. നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മള് കേരളത്തിന് വെളിയിലിറങ്ങിയ പോലെ തോന്നണേ ഇല്ല. ഫുള്ള് മലയാളികളാണ്. ലവേഴ്സ് സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾ എഴുതിയിടുന്നുണ്ടോ അനുകുട്ടി? ഇഷ്ടമില്ല. എല്ലാത്തിലും ഉണ്ട് ഓരോരോ ലവേഴ്സ്. കിങ്ഷിങ് അങ്ങനെ പേരുണ്ടോ? കിങ്സ്ലിംഗ്. നിസർഗധാമ നിസർഗധാമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ തിരിച്ചു പോവാം. അവിടെ റീല് ഷൂട്ട് ചെയ്യാം. നമ്മളിവിടെ റീല്, അവിടെ റീല്, പിള്ളേർ റീല്. അപ്പം എന്താ, എന്നിട്ട് ഇനി നമ്മൾ നേരെ പോയിരുന്നു ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഗോൾഡൻ ടെമ്പിളിൽ പോകുന്നു. നമ്മുടെ ഇന്നത്തെ ദിവസം കഥം ഹോഗയാ അല്ലേ? പിന്നെ എവിടെ പോണം നിനക്ക്? ഇവിടെ കൊണ്ടോണ്ടാ പിന്നെന്താ. പിന്നെ ഇവിടെ ഒരുപാട് സംഗതികൾ കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ അതൊന്നും കാണാനായിട്ട് നിന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവർക്ക് ആർക്കും അങ്ങനെ കാണണമെന്ന് അത്ര താല്പര്യമില്ല. ഇവരെ കാണിക്കാനാണ് കൊണ്ടുവന്നത്. ഇവരാണെങ്കിൽ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഇതിലായിരുന്നു. എന്തുവാ മുള്ളു കയറിയോ? എന്താ വേനെടുത്താ? ഓക്കെ. അപ്പം ഇവിടെ അങ്ങനെ ഫുള്ള് കാണിക്കാനുള്ള സംഗതികളൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടോ. അല്ല എന്താ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ചലഞ്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെയായിരുന്നു. വീഡിയോ ഇവിടെ അങ്ങനെ കാണിക്കാൻ നമ്മൾ ട്രാവൽ വ്ളോഗേഴ്സ് അല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫിൽ എന്ത് നടക്കണോ അത് കാണിക്കണം, അത്രേ ഉള്ളൂ.
അങ്ങനെ 4 മണിയായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഉച്ചക്കലത്തെ ഭക്ഷണം എപ്പോഴാണ് കഴിക്കണം? ഗാലക്സി ഫാമിലി റെസ്റ്റോറൻറ്റ്. കണ്ണാടിയൊക്കെ എപ്പോഴും വെച്ചേക്കാണോ അതോ ഊരി വെക്കണോ? വേണ്ട, കണ്ണാടി ഇരുന്നോട്ടെ. നല്ലതാണ്, കളയല്ലേ. ഇവിടെ കണ്ണാടി കണ്ണാടി മേടിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. വെക്കാൻ എല്ലാവർക്കും കണ്ണാടി വേണം. ഞാൻ വില കൂടി കണ്ണാടി മേടിക്കുന്നു. ഇതൊക്കെ തന്നെ പരാതിയാണ്. ഇന്ന് എൻ്റെ ലിപ്സ്റ്റിക് കളർ രസമില്ല, അതിന് മിക്സ് ചെയ്തിട്ടതാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാം. നമ്മൾ വിചാരിച്ച സ്പെഷ്യൽ ഓർഡർ ചെയ്യണ്ട, അല്ലാതെ എന്താ ഇങ്ങനെ ചപ്പാത്തിയും കറിയും ആയിട്ട് മേടിക്കാം. നമ്മൾ എല്ലാവർക്കും ചപ്പാത്തി കറി, അപ്പോൾ നമുക്ക് പൈസ ലാഭിക്കാം. നമ്മളിത് ലോങ് ട്രിപ്പ് ആയതിനാൽ നമ്മൾ പൈസ ലാഭിച്ച് കഴിക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെയൊക്കെ എല്ലാവരും വെറൈറ്റി ഡിഫറെൻറ്റ് സാധനം മേടിക്കുമ്പോഴേക്കും ഭയങ്കര റേറ്റ് കൂടും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും രാത്രി ആയപ്പോഴേക്കും ഇവർക്കൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് എന്താ ഹെവി ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ബാത്റൂമിലൊക്കെ പോകാനൊക്കെ ആയിട്ട്. സോ അതുകൊണ്ട് നമ്മളിത് ലൈറ്റ് ആക്കാൻ വിചാരിച്ചു. നമ്മുടെ കബാബ്, നമ്മൾ കബാബ് ഓർഡർ ചെയ്തു, പിന്നെ ചപ്പാത്തിയും കറിയും. പക്ഷെ കബാബ് ഇതല്ല, ഞങ്ങളുടെ കബാബ് ഇതല്ലെന്ന്. ചിക്കൻ ഫ്രൈ പോലെ നമ്മുടെ റൊട്ടിയും ചില്ലി ചിക്കനും. വേറെ കറി ഇവിടെ ഇല്ല. നമ്മൾ വന്നപ്പോൾ 4 മണി ആയില്ലേ, നമ്മൾ ചില്ലി ചിക്കൻ ആക്കി ഒതുക്കി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ മീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ബൈ. സൺലൈറ്റ് അടിച്ചു കഴിയുമ്പോഴേക്കും സ്കിന്നിൻ്റെ കളർ തന്നെ ഒരു ഒരു ബ്രോൺസർ ഇട്ട പോലത്തെ കളറല്ലേ? ബ്രോൺസറാ അങ്ങനത്തെ ഒരു എന്ത് സാധനം? പല്ലില് ലിപ്സ്റ്റിക്, ഒരു ബ്രൗണും പോലത്തെ ഒരു കളറില്ലേ? പട്ടിനെ ഓടിച്ചിട്ട് കിടക്കുന്നു. നമ്മൾ എന്താ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് പോയില്ല കേട്ടോ, നാളെ പോകാമെന്ന് ഓർത്തു. അവിടെ 6 മണി വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്ക് അത് അടച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പ്രകൃതി രമണീയായ സ്ഥലം. ഇതിൻ്റെ പേരെന്താ? എന്തോ ഡാം. പക്ഷെ ഡാമിൽ ചിക്കിലി ഹോളി പക്ഷേ ഡാമിലൊന്നും വെള്ളമില്ല, വെള്ളം കുറവാണ്. പിന്നെ പോയി നോക്കാം. അവിടെ ചെറിയ ചെറിയ കുഞ്ഞ് കടയുണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് രാത്രി 6 ചെയ്തോണ്ടാണ് ലിപ്സ്റ്റിക് ഉണ്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക് റീഅപ്ലൈ ചെയ്ത് വേറെ സമയമൊന്നുമില്ല. അവിടെ ലോക്ക് ഇട്ടേക്ക്, നമ്മൾ കണ്ടില്ലേ? ഫോട്ടോ എടുക്കണ്ടേ? അതെന്താ അതിക്രമിച്ചേറിയതാണ് നമ്മള്. എൻ്റെ ദൈവം, ഡിസീസൊക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. കാവേരി നദിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം പണ്ട് ഞാൻ കേൾക്കുന്നു. ഇതിലൊക്കെ നിരങ്ങി അങ്ങ് ഞാൻ കണ്ട ഫുഡ് കോഴിയിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്ന്, ഇവിടെ ആക്ച്വലി പഴയ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു തോന്നുന്നു. വലിയ ആളുകളൊന്നുമില്ല. പിന്നെ ഇത് പൂട്ടിയിട്ടിട്ടുണ്ട്. സൈഡിലൂടെയാണ് നുഴഞ്ഞാണ് എല്ലാവരും കയറുന്നത്. പിന്നെ കാണാനും ജസ്റ്റ് വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കാം. വൈകുന്നേരങ്ങളിൽ നിൽക്കാം. ഉച്ചയ്ക്ക് വെള്ളമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടി. ഇതിപ്പോൾ വെള്ളം ഇല്ലാത്ത സമയം പൊതുവെ നിങ്ങൾ വൈകിട്ടാണ് വരുന്നെങ്കിൽ ജസ്റ്റ് ഇവിടെ പറയാൻ ഒരു സൺസെറ്റ് ഒക്കെ ഉണ്ട്. സൺസെറ്റ് ഇനി നമ്മൾ നെക്സ്റ്റ് എങ്ങടാ പോണേ? നെക്സ്റ്റ് നമ്മുടെ വീട്ടിലേക്ക്, റൂമിലോട്ട്. എല്ലാം കണ്ണടയും വെച്ച് ഇറങ്ങിയേക്കാം. അപ്പം നെക്സ്റ്റ് നമ്മൾ നമ്മുടെ റൂമിലോട്ടാണ് പോണേ. വേറെ പോകണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യല്ലേ? സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വലിയ രസം ഉണ്ടായിരുന്നു. എനിവേ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.